ബ്രഹ്മമുഹൂർത്തമെന്നത് ക്ലോക്കിൽ കാണിക്കുന്നൊരു സമയം മാത്രമല്ല, മനുഷ്യന്റെ ഉള്ളിലേക്ക് വെളിച്ചം പതുക്കെ കടന്നുവരുന്ന ഏറ്റവും സൂക്ഷ്മമായ നിമിഷമാണ്. ലോകം മുഴുവൻ ഉറങ്ങുന്ന ആ പുലരിവേളയിൽ നഗരങ്ങളുടെ ശബ്ദം മങ്ങിപ്പോകുമ്പോൾ പ്രകൃതി പോലും ഒരു ദീർഘശ്വാസമെടുക്കുന്ന പോലെ നിശ്ശബ്ദമാകുന്നു. ആ സമയത്താണ് മനുഷ്യന്റെ മനസ്സ് ആദ്യമായി പുറത്തുള്ള ഭാരം താഴെ വയ്ക്കാൻ തയ്യാറാകുന്നത്. വർഷങ്ങളായി ചുമന്നുവന്ന ഭയങ്ങളും കുറ്റബോധങ്ങളും ആരോടും പറയാനാവാത്ത വേദനകളും പതുക്കെ തലയുയർത്താൻ തുടങ്ങും. ഒരിക്കൽ ജീവിതത്തിൽ എല്ലാം ഉണ്ടായിട്ടും എന്തോ ഒന്ന് നഷ്ടപ്പെട്ടുവെന്ന ശൂന്യതയോടെ ജീവിച്ചിരുന്ന ഒരാൾ ഈ പുലരിയിൽ നിശ്ശബ്ദമായി ഇരിക്കാൻ തീരുമാനിച്ചപ്പോൾ ആദ്യ നിമിഷങ്ങൾ അവനെ ആശ്വസിപ്പിച്ചില്ല. ശബ്ദമില്ലാതായപ്പോൾ അവൻ ഒളിപ്പിച്ചുവെച്ച ഓർമ്മകളും നഷ്ടങ്ങളും പിഴവുകളും ഒന്നിനു പിന്നാലെ മനസ്സിലേക്ക് തിരിച്ചുവന്നു. അവൻ മനസ്സിലാക്കി, നമ്മൾ പകൽ മുഴുവൻ തിരക്കിലോടുന്നത് ജോലിക്കല്ല, ഈ ചിന്തകളിൽ നിന്ന് ഓടിപ്പോകാനാണെന്ന്. എന്നാൽ അവൻ ഓടിപ്പോയില്ല. ഓരോ പുലരിയിലും അതേ സ്ഥലത്തിരുന്നു, ഒന്നും ചോദിക്കാതെ, ഒന്നും ആവശ്യപ്പെടാതെ, വെറും ശ്വാസമെടുത്തുവിട്ടു. മനസ്സോടിപ്പോകാൻ ശ്രമിച്ചപ്പോൾ അവൻ അതിനെ പിടിച്ചു നിർത്തിയില്ല. വരട്ടെ, പോകട്ടെ എന്നനുവദിച്ചു. പതുക്കെ അവൻ തിരിച്ചറിഞ്ഞു, ചിന്തകൾ തന്നെ ശത്രുക്കളല്ല, അവയെ പിടിച്ചു നിർത്തുന്ന ശീലമാണ് അവനെ തകർത്തതെന്ന്. ബ്രഹ്മമുഹൂർത്തത്തിലെ ഈ നിശബ്ദത അവനെ വിട്ടുകളയാൻ പഠിപ്പിച്ചു. നഷ്ടങ്ങളെ എതിർക്കാതെ സ്വീകരിക്കാൻ, അപമാനങ്ങളെ ചുമക്കാതെ വിട്ടയയ്ക്കാൻ, വിജയത്തെ അഹങ്കാരമില്ലാതെ നന്ദിയോടെ കാണാൻ. ദിവസങ്ങൾ കടന്നപ്പോൾ അവന്റെ ദിനങ്ങൾ മാറി. അവൻ പ്രതികരിക്കുന്നതിനു മുൻപ് നിമിഷം നിൽക്കാൻ തുടങ്ങി. വാക്കുകൾ പുറത്തുവരുന്നതിനു മുൻപ് ഒരു ശ്വാസമെടുക്കാൻ പഠിച്ചു. ദേഷ്യം വന്നാൽ അതിനെ അടക്കാനല്ല, അതിന്റെ വേരെന്തെന്ന് കാണാൻ തുടങ്ങി. കാരണം ഓരോ ദിവസവും ലോകമുണരുന്നതിനു മുൻപ് അവൻ തന്റെ മനസ്സ് ശുദ്ധമാക്കുകയായിരുന്നു. ബ്രഹ്മമുഹൂർത്തത്തിലെ മനസ്സ് ഒരു തുറന്ന കയ്യുപോലെയാണ്. അവിടെ വയ്ക്കുന്ന ഓരോ ചിന്തയും നേരെ ഉള്ളിലേക്ക് പോകും. അതുകൊണ്ടാണ് പുരാതനകാലത്ത് ഋഷിമാർ ഈ സമയത്ത് പഠിച്ചതും ധ്യാനം ചെയ്തതും സത്യങ്ങൾ കണ്ടെത്തിയതും. കാരണം അപ്പോൾ അഹങ്കാരമുറങ്ങും, ഭയം ശക്തി നഷ്ടപ്പെടും, മനസ്സ് സുതാര്യമായ കണ്ണാടിയായി മാറും. ഒരു ദിവസം അവൻ മനസ്സിലാക്കി, താൻ ഇതുവരെ ദൈവത്തോട് ചോദിച്ചത് ആവശ്യങ്ങൾക്കായിരുന്നുവെന്ന്. എന്നാൽ ഈ നിശബ്ദത അവന് നൽകിയിരിക്കുന്നത് ഉത്തരങ്ങളല്ല, ശാന്തിയാണെന്ന്. ആളുകൾ അവനോട് ചോദിച്ചു, നിനക്ക് ഈ പുലരികളിൽ എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചോ? ദൈവത്തെ കണ്ടോ? അവൻ പുഞ്ചിരിച്ചു പറഞ്ഞു, ഞാൻ ദൈവത്തെ കണ്ടില്ല, പക്ഷെ ദൈവം എന്നിൽ നിന്നൊരിക്കലും അകന്നിരുന്നില്ലെന്ന് ഞാൻ കണ്ടു. അവൻ തിരിച്ചറിഞ്ഞു, ദൈവം വലിയ ശബ്ദങ്ങളിലും തിരക്കുകളിലുമല്ല, മനുഷ്യൻ പൂർണ്ണമായി നിശബ്ദമാകുമ്പോൾ ഉള്ളിൽ തെളിയുന്ന ആ ബോധത്തിലാണ്. അതുകൊണ്ടുതന്നെ ബ്രഹ്മമുഹൂർത്തം എല്ലാവർക്കും എളുപ്പമല്ല. കാരണം അവിടെ അഭിനയിക്കാനാവില്ല, മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനാവില്ല, നമ്മുടെ ഉള്ളിലെ സത്യം തന്നെ കാണേണ്ടിവരും. എന്നാൽ ഒരിക്കൽ ആ സത്യത്തെ നേരിടാൻ ധൈര്യം വന്നാൽ അതിനുശേഷം ജീവിതം ഭാരം കുറഞ്ഞതായി മാറും. പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ തകർന്നു പോകില്ല. കാരണം നമ്മുടെ ഉള്ളിൽ ഒരു ശാന്തമായ അഭയം നമുക്ക് കണ്ടെത്താനാകും. അതാണ് ബ്രഹ്മമുഹൂർത്തത്തിന്റെ യഥാർത്ഥ ശക്തി. അത്ഭുതങ്ങൾ കാണിക്കുന്നതല്ല, മനുഷ്യനെ ഉള്ളിൽ നിന്ന് ശാന്തനാക്കുന്നതാണ്. അതിനാൽ ഇന്നും നിങ്ങൾ പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ടെങ്കിലും മനസ്സ് ശാന്തമാകാതെ നിൽക്കുകയാണെങ്കിൽ ഒരിക്കൽ മാത്രം പരീക്ഷിച്ചു നോക്കൂ. ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ ഉണരുക, ഒന്നും ചോദിക്കാതെ, ഒന്നും ആവശ്യപ്പെടാതെ, വെറും നിശബ്ദമായിരിക്കുക. ആ പുലരിയിൽ നിങ്ങൾ കണ്ടെത്തുന്നത് ഒരു പുതിയ ദിവസം മാത്രമാകില്ല, നിങ്ങളുടെ തന്നെ ഉള്ളിലെ ഒരു പുതിയ ജീവിതമായിരിക്കും. ഇതുപോലെ ആഴമുള്ള കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ പുലരിയും അനുഗ്രഹമാവട്ടെ.